പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതായി കാണുന്ന 26 സീറ്റ് ഫോഴ്സിൻ്റെ ട്രാവലർ മിനിയേച്ചറിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടി പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളേക്കുണ്ട് ഓൾറെഡി ഇത് പെയിൻറ്റിലും കാണുന്നുണ്ടല്ലോ, വൈറ്റ് കളർ എന്നെല്ലാം വിചാരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളെ പുട്ടി വർക്ക് കണ്ടവർക്കറിയാം അതെന്താണെന്ന്. കാരണം നമ്മൾ പുട്ടി ഇട്ടിട്ടാകുമ്പം ഓരോ സ്ഥലത്തും സ്പോട്ട് ചെയ്തിട്ടാകുമ്പം അവിടെ ഇങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ മൊത്തം വൈറ്റായി പോയതാണ്. കാരണം പുട്ടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ പുട്ടിയിട്ട് സാൻഡെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആയിനൊന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കണം, എന്നാലും നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ഒരു ഫൈനൽ പെയിൻറ്റിങ്ങിൽ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റൽ കുറച്ചധികം പണിയാണ്. അപ്പോൾ ആദ്യമേ ഇങ്ങനെ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് തന്നെ പുട്ടിയിട്ട് സാൻഡ് ചെയ്ത് അപ്പാടനെ അവിടെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നോക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും കൂടി പുട്ടിയിട്ട് ഒന്നും കൂടി അടിക്കുക, ഒന്നും കൂടി നോക്കുക. അങ്ങനെ നോക്കി വണ്ടി മൊത്തം ഇപ്പം വൈറ്റ് കളറായി. സംഭവം ബ്ലാക്ക് ഫോം ഷീറ്റിൽ ചെയ്ത വണ്ടിയാണ്. നിങ്ങൾക്ക് ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയായിരിക്കും. ബ്ലാക്ക് ഫോം ഷീറ്റിൽ ചെയ്ത ബ്ലാക്ക് വണ്ടിയായിരുന്നു. അടിച്ചടിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ വൈറ്റ് ആയി ഫുള്ള്. അപ്പോൾ എന്തായാലും അതൊന്നുമല്ല നമ്മളെ പെയിൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് വേറെ തന്നെ 2 കോട്ട് പെയിൻറ്റും പിന്നെ ക്ലിയർ കോട്ട് കാര്യങ്ങളൊക്കെ അടിക്കണം. ഇന്നത്തെ പരിപാടി അതാണ്. അതായത് ഫൈനലായിട്ടുള്ള പെയിൻറ്റിങ്ങും ക്ലിയർ കോട്ടും ആണ്. പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണ്. ഇങ്ങനെ മഴ ഇങ്ങനെ ചാറ്റിൽ ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു മഴയില്ല, അന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാറിക്കൊണ്ട് നിൽക്കുന്നു മഴ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ മഴയത്ത് പെയിൻറ്റിങ് കുറച്ച് റിസ്ക്കാണ്. എന്നാലും നമുക്കിങ്ങനെ മഴയാന്ന് വെച്ചിട്ട് മാറിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചിലപ്പോൾ മിക്കവാറും ഒരാഴ്ചയും കൂടെ നാട്ടിലുണ്ടാവാൻ സാധ്യതയുള്ളൂ. ഉറപ്പായില്ല, എന്നാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടീൻ്റെ പണിയൊക്കെ കഴിക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാം 3 മാസം മുന്നേ ഓർഡർ തന്നെയാണ് വണ്ടിയാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവർക്ക് തിരക്കില്ലെങ്കിലും അവർക്ക് തിരക്കൊന്നുമില്ല. അവർ പറഞ്ഞ സമയം എടുത്ത് നല്ല വൃത്തിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു മര്യാദയല്ലേ, 3 മാസമായി സംഭവം ഓർഡർ തന്നിട്ട്. കുറേ കാര്യങ്ങളും കൂടെ ലേറ്റായി പോയി. ഒരു ബസ്സിൻ്റെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് ഇന്നലെ കൊടുത്തു. അതിൻ്റെ വീഡിയോ കാണാത്തവരത് കാണുക. അപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നതിനിടക്ക് വണ്ടീൻ്റെ വർക്ക് ചെയ്യണം. അപ്പോൾ മഴ മറ്റേതൊന്നും നോക്കിയിട്ട് നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് എന്തായാലും ഈ സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഇന്നും അടിക്കുന്നത്. ഓൾറെഡി നമ്മൾ ബസ്സിനൊക്കെ അടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളെ സാമുറായിൻ്റെ ഒക്കെ പെയിൻറ്റ് അടിപൊളി പെയിൻ്റാണെന്ന് പലരും പറയുന്നുണ്ട്. നമ്മൾ സുഹൃത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതൊക്കെ ഞാൻ ഓൾറെഡി പണ്ടേ വാങ്ങി വെച്ച സാധനം. അതുകൊണ്ടാണ് സാമുറായിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി പൈസയും ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ട് ക്വാളിറ്റി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ട് വെച്ച സാധനങ്ങളായിരുന്നു. ഇതൊന്നും കഴിയാണ്ട് തന്നെ നമുക്ക് പുതിയ സാധനങ്ങൾ എന്താ പറയുക അപ്ഡേഷൻ ചെയ്യാൻ പറ്റില്ല. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇനിയും 2-3 ബാക്കി ഓൾറെഡി വാങ്ങി വെച്ചതുണ്ട്. പിന്നെ ക്ലിയർ കോട്ടും അല്ല ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ്. എല്ലാം ഓൾറെഡി വാങ്ങി വെച്ചത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി സാധനം സാമുറായിൻ്റെ ഇറക്കാം. ഇന്നും കൂടി എന്തായാലും ഇനി ഒരു 2-3 മാർക്കിന് എന്തായാലും ഈ സാധനം തന്നെയായിരിക്കും. കാരണം അത്രയും സാധനം നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഈ ഒരു പെയിൻറ്റാണ് അടിക്കുന്നത്. ഡോട്ടോ പ്ലസ് സ്പ്രേ പെയിൻറ്റ്. ഇതാണ് കളർ 40 വൈറ്റ്. അപ്പോൾ പ്രത്യേക സ്ഥലത്തേക്ക് ഓഫ് വൈറ്റൊന്നും വാങ്ങാറ്. ഓഫ് വൈറ്റ് പ്രത്യേകം ഇവിടെ നിന്ന് നോക്കണം. ക്യാപ്പൊന്നും നോക്കിയില്ല. ക്യാപ്പ് ചിലപ്പം വൈറ്റ് തന്നെ ആയിരിക്കും, അതൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു സാധനം നോക്കുക 40 വൈറ്റ്. 40 തന്നെ വേണമെന്നില്ല, എന്തായാലും ഓഫ് വൈറ്റ് എന്ന സാധനം വാങ്ങിക്കാറ്. എനിക്ക് ഒരിക്കൽ പണി കിട്ടിയതാണ്. വീട്ടിലെത്തി നോക്കുമ്പോൾ അടിച്ച് നോക്കുമ്പോൾ ഓഫ് വൈറ്റ്. അതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അടിക്കേണ്ട പരിപാടി നോക്കാം. നമ്മൾ ഓൾറെഡി വണ്ടീൻ്റെ ടയറിൽ മാസ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ടയർ 4 ഭാഗത്തെ ടയർ ന്യൂസ് പേപ്പർ മാസ്കിൻ്റെ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. കാരണം അത് നമ്മൾ ബ്ലാക്ക് അടിച്ചു. സംഭവം ആദ്യം ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്പോട്ടിനൊക്കെ വൈറ്റ് അടിക്കുമ്പോൾ നമ്മളെ ടയറും വൈറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബ്ലാക്ക് അടിച്ചു, മാറ്റ് ബ്ലാക്ക് അടിച്ചു. ആ വീഡിയോയിൽ കാണിച്ചിട്ട് മാറ്റ് ബ്ലാക്ക് അടിച്ചു. അപ്പോൾ ഇനിയും വൈറ്റ് ആയി കഴിഞ്ഞാൽ ചൊറയായതുകൊണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഇത് കവർ ചെയ്തിട്ടുണ്ട്. ടയർ നല്ല വൃത്തിക്ക് കവർ ചെയ്യുക. പിന്നെ വേറെ പണിയൊന്നും എല്ലാം നോക്കുക. ഏകദേശം എല്ലാം സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടിച്ച് തുടങ്ങാം. എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങലാണ്. നമ്മൾ സാധാരണ ബക്കറ്റിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് അടിക്കുന്നത്. സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഇന്നിന് മഴയായാലും നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. ഇതാകുമ്പോൾ ഇവിടെ ഇങ്ങനെ മഴ കൊള്ളാണ്ടൊക്കെ ഒരു ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അഥവാ മഴ ചെറുങ്ങനെ പെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എടുത്തിട്ട് മാറ്റാൻ പറ്റും. കുറച്ച് ആ ബക്കറ്റിലൊക്കെ വെച്ച് അങ്ങോട്ട് വെച്ച് അടിച്ചാൽ മഴ പെയ്ത ഫുള്ള് പണി പാടും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടുന്നാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഫ്രിഡ്ജ് ബോക്സിൻ്റെ മേലെ തന്നെ. ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ കുറേ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മഴ പെയ്ത് ഫുള്ള് പോകാൻ തുടങ്ങി. എന്നാലും നമുക്ക് ഇതിൻ്റെ മേലെ തന്നെ അടിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആ ഉറുമ്പൊക്കെ പോകുന്നുണ്ട്, അതിനൊക്കെ ആദ്യം മാറ്റണം. അത് ഇല്ല അതിനെ മാറ്റണം. മൊത്തം നോക്കുക. ഏകദേശം എല്ലാം നോക്കിയിട്ട് പെയിൻറ്റ് അടിക്കാൻ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുറേ പെയിൻറ്റ് നമ്മുടെ മേലെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി അടിച്ചാണ് ഓരോ വണ്ടിക്കാർ. പക്ഷേ ഇതിൽ കുറച്ചധികം ബാക്കിയുണ്ട്. ഇത് കുറച്ച് കുറവാണ്. ഇതിൽ കുറച്ചധികം തന്നെ ബാക്കിയുണ്ട്. എനിക്കൊന്നും ഒരു ഇത്ര പോരെല്ലാം ബാക്കി ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇത് അടിക്കാം. അതിന് ശേഷം നേരത്തെ കാണിച്ചത് പുതിയതാണ്, അത് ഇതുവരെ യൂസ് ചെയ്യാത്തതാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഫൈനൽ കോട്ടായിട്ട് പുതിയത് അടിക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെ വേസ്റ്റ് ആയിപ്പോൾ. ചേഞ്ച് ഒന്നും ഇല്ല. 40 വൈറ്റിനാണ് ഏകദേശം എല്ലാം ഒരേ ടൈം വാങ്ങി തന്നെയാണ്. അപ്പം ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ആദ്യം ഇതൊന്നും അടിക്കുക. അതിന് ശേഷം ഫൈനൽ കോട്ട് രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോൾ നമുക്ക് പുതിയ തന്നെ അടിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ആ പച്ച കളറുണ്ട്, അതിപ്പോൾ നമ്മൾ ബോഡിയിൽ ഒട്ടിച്ചാണ്. ആ ഒരു ബോഡീൻ്റെ ഡിസൈൻ, ആ ഇൻഡിക്കേറ്ററെല്ലാം വരുന്ന ആ സ്ഥലം. അപ്പോൾ ആടെ നമുക്ക് ആദ്യം അതൊന്ന് വൈറ്റ് ആക്കാം. അതുപോലെ അപ്പുറത്തെ സൈഡ് ആക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം സൈഡിൽ നിന്ന് തുടങ്ങാം. ഈ സൈഡ് മൊത്തം ഒന്ന് അടിക്കാം കേട്ടോ. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നുമില്ല, നമ്മളെല്ലാ വീട്ടിലും പറയുന്നത് തന്നെയാണ്. കുറച്ചിങ്ങനെ ആദ്യം ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം ഒന്ന് അടിക്കുക. അതിന് ശേഷം ഇങ്ങനെ മൊത്തം അടിക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ അനക്കിക്കൊണ്ട് അടിക്കുക.
വണ്ടി കുറച്ചും കൂടി ഇങ്ങോട്ട് വെക്കട്ടെ. നമുക്ക് ഇങ്ങനെ അടിയൊന്നും അടിക്കാൻ എത്തുന്നില്ല, കുറച്ച് ഇവിടെ വെച്ചിട്ട് അടിക്കാനാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടുന്നു. അപ്പോൾ വണ്ടി നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാം. ഇങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ബക്കറ്റിൻ്റെ മേലെയോ അങ്ങനെയെല്ലാം വെച്ചടിച്ചാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കറങ്ങി വന്നിട്ട് അടിക്കാം. ഇതിപ്പോൾ ഈ ഒരു സൈഡ് അടിച്ചെടുത്ത് മാറ്റിയൊക്കെ വെക്കണം. പക്ഷേ മഴയായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറ കുറച്ച് ചെരിക്കണമായിരുന്നു അല്ലേ? ഓക്കെ, ഈ ഒരു സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഭാഗം അടിക്കാം, ബാക്ക് ഭാഗം അടിക്കാം. അത് കുറച്ചൊന്നും ഡ്രൈ ആവട്ടെ കേട്ടോ, അല്ല അഥവാ എടുക്കുമ്പോൾ അങ്ങനെ അഥവാ ടച്ചായി പോയി പണി കിട്ടും. കുറച്ചൊന്നും ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം നമുക്ക് ഭാഗം മാറ്റാം കേട്ടോ. നല്ല വേണം. നമുക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടിയെ ചെയ്സ് പിടിച്ചിട്ട് മാറ്റാം. ബോഡിയൊന്നും പിടിക്കാണ്ട് ഈ ഒരു ചെയ്സിൻ്റെ ഭാഗം പിടിച്ചിട്ട് നമുക്ക് ബാക്ക് ഭാഗം ഇങ്ങനെ വെക്കാം. അതിന് ശേഷം നമുക്ക് ബേക്കിലടിക്കാം. ബേക്കിലടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെയിൻറ്റ് ഏകദേശം കഴിഞ്ഞു. നമുക്ക് ആ നേരത്തെ കാണിച്ചതിൽ രണ്ടാമത്തെ പെയിൻറ്റ് എടുക്കാം. ഇതിൽ അത്യാവശ്യമുണ്ട്. ഇതെല്ലാം വെറുതെ മോശമായി പോയി, അല്ല മോശമല്ല, പിന്നെ അവിടെ വെച്ചിട്ട് വെറുതെ കാര്യമില്ലല്ലോ. നോക്കട്ടെ, എന്തെങ്കിലും പൊടിയോ വെള്ളമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഇതേപോലെ ഉണ്ടെങ്കിലൊന്ന് തുടച്ച് കളയാം. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ചെറിയ തുള്ളികളുണ്ട്. അത് ശരിക്കും അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, മൊത്തം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു മഴ പാറിൽ നേരത്തെ പാറിന വീഡിയോ എടുക്കുന്ന ടൈം, ആദ്യം വീഡിയോ എടുക്കുന്ന ടൈം, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ഏകദേശം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിക്കാം. ഇങ്ങനെ അനക്കി അടിക്കോട്ടാ, ഒറ്റ സ്ഥലത്ത് അടിച്ച് പിടിക്കരുത്. എല്ലാ വീഡിയോ ഞാൻ പറയും, ഞാൻ എല്ലാവരും ഇതന്നെ ആയിരിക്കും പറയാം. സ്പ്രേ പെയിൻ അടിക്കാൻ വേറെ പണിയൊന്നുമില്ല, ഇതേപോലെ അനക്കി അടിക്കും, അത്രേ ഉള്ളൂ. ഒരേ സ്ഥലത്ത് പിടിച്ച് നിന്നിട്ട് അടിക്കാനും പാടില്ല, അതിന് അടുത്ത് പിടിച്ചിട്ട് ഇതേപോലെ ഒന്നും പിടിച്ചിട്ട് അടിക്കുക, കുറച്ച് ഇത്ര. പിന്നെ ആദ്യത്തെ ഇല്ലെന്ന് ചിലപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഞാൻ ആദ്യം അടിക്കുമ്പോൾ വലിയ ഇതൊന്നും ഉണ്ടായില്ല, പിന്നെ ഏലായി വരുവായി. എന്നാലും ഇപ്പോൾ അത്ര പെർഫെക്റ്റ് ആണെന്നുള്ള ഞാൻ പറയും. എന്നാലും കുറച്ച് വർക്കെല്ലാം ചെയ്ത് വരുമ്പോൾ അതിൽ ഏലായിക്കോളും. അത് ഏത് കാര്യമായാലും അങ്ങനെ തന്നെ. ഇപ്പം ബേക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ജോയിൻറ്റും കൂടി, അല്ല ആ ഒരു ഇത് വരുന്ന കോർണറും കൂടി ഒന്ന് അടിച്ചില്ല അവരൊക്കെ. അപ്പം ഈ ഒരു ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഭാഗം മറച്ച് വെച്ചിട്ട് ഡ്രൈവർ സൈഡും കൂടി അടിക്കാം. ഡ്രൈവർ സൈഡ് നമ്മൾ കുറച്ച് അടിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് റീൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീൽസിൻ്റെ വ്യൂസ് എടുത്തു, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ. ഇൻസ്റ്റാഗ്രാം കുറച്ച് സൈഡ് നമ്മൾ കുറച്ച് ഡൗൺ ആണ്, കുറച്ച് വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇടയില്ല. അപ്പോൾ ഇനി അതുമെല്ലാം സെറ്റാക്കി എടുക്കണം. അതുകൊണ്ട് ഡ്രൈവർ സൈഡിൻ്റെ കുറച്ച് ഭാഗമെല്ലാം റീൽസിന് വേണ്ടിയിട്ട് നേരെ പിടിച്ച് ഫോണ് നേരെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നാലും കുറച്ച് ഭാഗമെല്ലാം അടിക്കാൻ കേട്ടോ. ഈ ഫ്രണ്ടിലോട്ടൊന്നും അടിക്കുക നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇതിനാകെ റീൽസിന് ആകെ ഒരു 15 സെക്കൻഡോ 10 സെക്കൻഡോ 15 സെക്കൻഡൊക്കെ വേണ്ടു. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള ഇതും കൂടി സെറ്റാക്കാം. ഏകദേശം ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് കാണുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടാകുമ്പോൾ സെക്കൻഡ് കോട്ട് അടിക്കാം. സെക്കൻഡ് കോട്ട് നമുക്ക് ചെറിയ പരിപാടി ചെയ്യാനുണ്ട്. ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല, സൂം ചെയ്ത് നോക്കുമ്പോൾ കണ്ട അവിടെ ഒരു സ്പോട്ട് കണ്ട, ഒരു കുമിള പോലെ കണ്ട. അപ്പോൾ അവിടെ അത് കുമിള ഒന്ന് കളയാനുണ്ട്. അതുപോലെ ചില സ്ഥലത്തൊക്കെ അങ്ങനെ ചെറിയൊരു കുമിള, അത് പെയിൻറ്റ് തുള്ളി ഉറ്റിപ്പോയതാണ്. സ്പ്രേ പെയിൻറ്റ് അടിക്കുന്ന ടൈമിൽ അത് ഇവിടെ അടിക്കുമ്പം ഇവിടെ ഒരു തുള്ളി ഉറ്റിപ്പോയി അങ്ങനെ. അതുപോലെ അപ്പുറ സൈഡിൽ ഒരു സ്ഥലത്തുണ്ട്, അതൊന്ന് റിമൂവ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഇപ്പം വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, വേറെ പ്രശ്നം കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഉണങ്ങിയിട്ടാകുമ്പോൾ ഒരു കോട്ടും കൂടി അടിക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് കോട്ട് സംഭവം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അതുകൂടാതെ നമ്മളൊരു സാധനം കൂടി സെറ്റ് ആയിട്ടുണ്ട്, ആ ഒരു ബീഡിങ് കണ്ട, അത് സംഭവം വാട്ടർ ചാനൽ എന്ന് പറയാം. അത് ചെയ്യാൻ സംഭവം വിട്ടുപോയതാണ്. ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി സെറ്റ് ആയിട്ടുണ്ട്. അത് വയർ, നമ്മൾ നോർമൽ വളരെ തിക്നെസ് കുറഞ്ഞ ആ ഒരു വയർ, അതിങ്ങനെ ചുറ്റിലും ഇങ്ങനെ പോയി ബേക്കിലേ പോയി നേരെ അപ്പുറത്തേക്ക് ഒറ്റ പീസായിട്ട് അങ്ങനെ വളച്ചൊട്ടിച്ചാണ്. അതിന് ആദ്യമേ ഒട്ടിക്കേണ്ടതായിരുന്നു, നമ്മൾ സംഭവം വിട്ടുപോയി. നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കുന്നതിന് മുന്നേ ഇല്ല, ഇതിന് മാത്രം ഒന്ന് അടിക്കാം കേട്ടോ. ആ ബീഡിങ്ങിന് മാത്രം ഒന്ന് അടിക്കാം, അല്ല പിന്നെ
ആ ബീഡിങ് വേറെ തന്നെ കളർ എടുത്ത് കാണിക്കും. ആദ്യമേ ഒട്ടിക്കേണ്ടതായിരുന്നു നമ്മൾ സംഭവം വിട്ടുപോയിട്ടാണ് കേട്ടോ. അങ്ങനെ വിട്ടുപോയതെല്ലാം നമ്മൾ ഇപ്പം ചെയ്യാം. എന്തായാലും സംഭവം വൈകിപ്പോയില്ല. എല്ലാ കോട്ട് പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ട് ക്ലിയറെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നെങ്കിൽ പണി പാളിയാനെ. ക്ലിയറിൽ പിന്നെ ഒട്ടിച്ചാൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നിൽക്കുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ബീഡിങ്ങിൻ്റെ യെല്ലോ ഒന്ന് മാറ്റിയിട്ട് നമ്മളെ വണ്ടി കുഴിയിൽ താണുപോയി. അത് ഒറ്റൊരു പീസായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് അത് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഒരു യെല്ലോ കളർ മാറിയിട്ടൊന്നുമില്ല, ചെറിയൊരു യെല്ലോ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആവാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ കോട്ട് വണ്ടി മൊത്തം അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കാം മൊത്തത്തിൽ, വണ്ടി മൊത്തത്തിൽ കേട്ടോ. അത് ഉണങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നേരത്തെ കാണിച്ച പോലെ തന്നെ മൊത്തം അടിച്ച് സെറ്റായിക്കോളാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് വെക്കുക കേട്ടോ ഓരോ കോട്ടിൻ്റെ ഇടക്കും. 2 കോട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ട് ഒരു 5 അല്ല 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് അടിക്കണം. നമ്മളത് കുറച്ച് സമയം ആയിട്ടുണ്ട് എന്തായാലും, കാരണം നമ്മൾ വീടിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഫസ്റ്റ് കോട്ട് സംഭവം സെറ്റായിട്ടുണ്ടാവും. നേരത്തെ കാണിച്ച പോലെ തന്നെ മൊത്തം ഒന്ന് അടിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് മഴ പെയ്യുന്നുണ്ടോ കേട്ടോ. ആ ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് വണ്ടി എടുത്ത് അകത്തേക്ക് പോകണ്ടേ. ഒരു മഴേൻ്റെ ഒച്ച കേൾക്കുമ്പോൾ സംഭവം പരിപാടി നിർത്തണ്ടേ. ഒരു തുള്ളി ഇതിലങ്ങാട്ട് വീണിട്ടുണ്ടെങ്കിൽ പണി മൊത്തം പാടും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പോട്ടില്ല, അതായത് ഞാൻ പറഞ്ഞൊരു എന്തോ സ്പോട്ട് വരുന്നുണ്ട് എന്നൊക്കെ, അത് സംഭവം വെള്ളത്തിൽ പെയിൻ്റ് അടിച്ചു വിട്ടാട്ടെ. ഞാൻ പറഞ്ഞില്ല, വെള്ളം ഉറ്റിന് ആദ്യം വീഡിയോ എടുത്ത ടൈം ആ ഒരു ഉറ്റി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കാണാത്ത സ്ഥലത്തെ വെള്ളം, ആ വെള്ളത്തുള്ളിയിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടാണ് ആ ഒരു സ്പോട്ട്, ഒരു ബബിള് പോലെ ഇങ്ങനെ വന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ഒരു പെയിൻറ്റ് ഉറ്റിയിട്ടാണെന്നാണ്. അപ്പോൾ പെയിൻറ്റ് ഉറ്റിയതല്ല എന്നൊക്കെ പിന്നെ മനസ്സിലായി. അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഉള്ളിലെ വെള്ളം ഇതായി പോയി. അതുകൊണ്ട് നമുക്ക് വലിയ പണി ഉണ്ടായിട്ടില്ല. അതങ്ങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പോയതുകൊണ്ട് സെറ്റായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഈ കോട്ടും കൂടി വരുമ്പോൾ എന്തായാലും തിരിവില്ല. നന്നായിട്ട് തന്നെ അടിക്കുക കേട്ടോ. പിന്നെ അതിലൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യണ്ട, നല്ല കട്ടിയിൽ തന്നെ അങ്ങ് അടിച്ച് വിട്ടോളാം. ഈ ക്ലിയറും കൂടി വരുമ്പോൾ എന്തായാലും സെറ്റായിക്കോളും. അത്യാവശ്യം സ്റ്റിക്കർ വർക്കെല്ലാം വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിൽ വെച്ചിട്ട് അത്യാവശ്യം ബേക്കിലും അതുപോലെ തന്നെ ആ സൈഡിൽ ബേക്ക് ഭാഗത്തോട്ട് വരുന്ന വടിയെല്ലാം ചെറിയ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് വീഡിയോ ഇടാണ്ട, എന്തായാലും സ്റ്റിക്കർ വർക്കിൻ്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രണ്ട് ലുക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം പോയി. അതുകൊണ്ട് ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കുറച്ചധികം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. ഫ്രണ്ട് പോയിട്ട് പിന്നെ എന്ത് റെഡിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഫ്രണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം. കുഴപ്പമില്ല, ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. 2 കോട്ട് പെയിൻറ്റ് സെറ്റായി, ക്യാപ്പ് ഇട്ട് വെക്കാം. ഇനി നമുക്ക് അധികം താമസിപ്പിക്കണ്ട, വണ്ടിയിൽ നേരെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അവിടെ നിന്ന് ഉണങ്ങട്ടെ, മഴ ഏത് സമയം വരും. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ട. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ക്ലിയർ കോട്ട് അടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ പെയിൻറ്റിങ് ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ചെയ്ത് വെച്ചത്. ഇപ്പം പിറ്റേ ദിവസം രാവിലെ ആയി. ഞാൻ പിന്നെ ക്ലിയർ അടിക്കാൻ കുറച്ച് നന്നായിട്ട് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോ ആ ഒരു ടൈമാണ് നമ്മൾ സെക്കൻഡ് കോട്ട് അടിച്ച് വെച്ചത്. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണി 8:30 ടൈമായി. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലിയർ കോട്ട് അടിക്കാൻ വെച്ചാൽ നല്ല മഴയുമാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതൊന്നുമല്ല, ഇപ്പം തന്നെ വീഡിയോ എടുക്കുന്നതനുസരിച്ച് തന്നെ പറയുന്നതാണ്. എൻ്റെ കയ്യിൽ മൈക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മഴേൻ്റെ ഒച്ചയൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു മഴയത്ത് ക്ലിയർ കോട്ട് അടിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പെയിൻറ്റ് അടിക്കലേ റിസ്ക്കാണ്. പെയിൻറ്റ് പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ക്ലിയർ അടിക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ വൈറ്റ് ഫ്യൂംസ് ഇങ്ങനെ വരുന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ChatGPT ഞാൻ ചോദിച്ച ടൈം ChatGPT പറഞ്ഞതാണ്, മഴക്കാലമാണെങ്കിൽ എന്തായാലും ഇന്നലെ വൈകുന്നേരം അടിച്ചല്ലേ ഒരു നൈറ്റ് എന്തായാലും പെയിൻറ്റ് ഉണങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു നൈറ്റ് മൊത്തം പെയിൻറ്റ് ഉണങ്ങാൻ പറ്റത്. അപ്പം ChatGPT ഇങ്ങനെ ചോദിക്കുന്ന ടൈം പറയുന്നത് പെയിൻറ്റ് അടിക്കുന്ന റിസ്ക്കാണ്, മഴക്കാലത്ത് ക്ലിയറെല്ലാം അടിക്കുന്ന റിസ്ക്കാണ്. അപ്പം അങ്ങനെ നമുക്ക് റിസ്ക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കാനുള്ള സാഹചര്യം ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല ഈ ഒരു വീഡിയോയിൽ. ഞാൻ മിക്കവാറും ഒരാഴ്ചയും കൂടെ നാട്ടിലുണ്ടാവുള്ളൂ, അത് ഉറപ്പായില്ല. മിക്കവാറും അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോകുന്നതിനിടയ്ക്ക് വണ്ടീൻ്റെ പണിയെല്ലാം കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രമാണ് പണിയെല്ലാം തീർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. 2 വണ്ടി വേറെ ചെയ്യാനുണ്ട്, അത് പിന്നെ നാട്ടിൽ ലീവിന് വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മഴ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് മഴ തന്നെ ആയിരിക്കും. മഴ കുറയാൻ വേണ്ടി കാത്തു നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം അടിച്ച് നോക്കാം കേട്ടോ. അതായത് ഈ ഒരു ഏരിയയിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഏരിയയിൽ ആദ്യം അടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാം, എന്നിട്ട് ബോഡി മൊത്തം അടിക്കാം. അല്ലെങ്കിൽ പിന്നെ മൊത്തം പാളിപ്പോവും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം കാറ്റ് അടിക്കാം, ക്ലിയർ അടിക്കാം കേട്ടോ. ക്ലിയർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബോട്ടിൽ ക്ലിയർ തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. സാധാരണ നമ്മളെ ഡോട്ടോ പ്ലസിൻ്റെ തന്നെ പെയിൻറ്റിൻ്റെ അതേ ബ്രാൻഡിൻ്റെ തന്നെ ക്ലിയർ നമ്മൾ വീഡിയോയിലൊന്നും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ കുറേ സാധനം ഉണ്ട് കേട്ടോ.
ഇതാ 190 ലാക്വർ എന്നാണ് ലിക്കറോ എന്താണത്, ലാക്വർ എന്നാണ് തോന്നുന്നു. അപ്പോൾ ആ ഒരു സാധനമാണ് അടിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ഏരിയയിൽ അടിച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് പ്രശ്നമൊന്നുമില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. വൈറ്റ് ഫ്യൂംസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബോഡി മൊത്തം അടിക്കാം. പുറത്ത് നല്ല മഴയും ഉണ്ട്, നമുക്ക് ഉള്ളിൽ തന്നെ അടിക്കാം. ഇത് അടിച്ചിട്ടുണ്ട്, ഇത് അടിച്ചവളാണ് കേട്ടോ, ഉണങ്ങിയിട്ടൊന്നുമില്ല. ഇതുണ്ടോ ഒരു ഗ്ലോസി ഫിനിഷാണ്. താഴെയൊക്കെ ഒരു മാറ്റ് പോലെ ഉള്ളത്. മുകളിൽ ഒരു കോട്ടേ അടിച്ചില്ലും. അപ്പോൾ ആദ്യത്തെ കോട്ട് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, പാറ്റി അങ്ങ് അടിക്കുക വെറുതെ. അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയതിന് ശേഷം കുറച്ച് കട്ടിക്ക് അങ്ങനെ രണ്ടാമത്തെ കോട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടിക്കുക. അങ്ങനെയാണ് ക്ലിയർ അടിക്കേണ്ടത്. പെയിൻറ്റിൽ അടിക്കുന്ന പോലെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാറിച്ചടിക്കുക, അതിന് ശേഷം നിലവൃത്തിക്ക് രണ്ടാമത്തെ കോട്ട് അടിക്കുക. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഇത് ഉണങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നിട്ട് നമുക്ക് ഈ സ്ഥലത്തിന് ഒരു കോട്ടും കൂടി അടിക്കാം. എന്നിട്ടും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം നമുക്ക് വണ്ടി മൊത്തം ക്ലിയർ അടിക്കാം കേട്ടോ. അത് മൊത്തം ക്ലിയർ അടിച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ ഇത്തിരി നേരം ഫുള്ള് മാറ്റ് ഫിനിഷിലുണ്ടായത്. ഇപ്പോൾ അത്യാവശ്യം ഗ്ലോസി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഉണങ്ങിയില്ല. ഇനി ഉണങ്ങിയിട്ട് ഒരു കോട്ടും കൂടി അടിക്കുമ്പോൾ കുറച്ചും കൂടി സെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കോട്ട് ക്ലിയറും കൂടി അടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, വലിയൊരു ഗ്ലോസി ഫിനിഷൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഏകദേശം ആ സൈഡൊക്കെ കാണുമ്പോൾ എന്നാലും ഇല്ല, അത്രയൊന്നുമില്ല. സാധാരണ നമ്മൾ കൈ ഇവിടെ ഇങ്ങനെ വെച്ചാൽ കൈയിൻ്റെ ആ ഒരു ഷേഡോ കാണുന്നുണ്ടോ ആ ബോഡിയിൽ, ശരിക്കും കൈയിൻ്റെ ആ ഒരു തന്നെ കാണുന്നുണ്ട്. ഇതിപ്പോൾ നിഴലാന്ന് കാണുന്നത്, എന്താണെന്നറിയില്ല. നമ്മൾ വാങ്ങിയ ക്ലിയറിൻ്റെ ഇനി എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. ബസ്സിനടിച്ചപ്പോൾ അത്ര ഇതായിട്ടില്ല. നല്ല ക്ലിയർ, സാമുറായിൻ്റെ ക്ലിയറൊക്കെ സെറ്റാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതിൽ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് നോക്കണം. വലിയൊരു ഗ്ലോസി ഫിനിഷൊന്നും കാണുന്നില്ല 2 കോട്ട് അടിച്ചിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലിയറെല്ലാം വാങ്ങാൻ നോക്കി വാങ്ങിക്കുക. ഇനി ക്ലിയറിൻ്റെ ആണോ ആ പെയിൻറ്റിൻ്റെ ആണെന്ന് അറിയില്ല. എന്തായാലും അടുത്ത വർക്കിലൊക്കെ നമുക്ക് സാമുറായിൻ്റെ ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളെ ഇത് പെയിൻറ്റിൻ്റെ ഗ്ലാസിൻ്റെ പരിപാടി തകൃതിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ വരും, നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.